നമസ്കാരം. നമസ്തേ. ടീച്ചറെ, ഈ രണ്ടാം ഊഴം MTയുടെ ധർമ്മവിലോപങ്ങൾ എന്ന ടീച്ചറിൻ്റെ പുസ്തകത്തെ അധികരിച്ചാണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത്. അതിൽ ആദ്യത്തേതിൽ MTയുടെ പുസ്തകത്തെയും മഹാഭാരതത്തെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നിരൂപണമായിരുന്നു എങ്കിൽ, രണ്ടാമത്തതിൽ വളരെ കൃത്യമായിട്ട് ഭീമൻ എന്ന ഇതിഹാസ പുരുഷനെ, ആ ഇതിഹാസ കഥാപാത്രത്തെ അധികരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ചർച്ച. ഇപ്പോൾ ഇന്ന് നമുക്ക് കുന്തി ദേവിയെ എങ്ങനെയാണ് ഈ നമ്മുടെ MT വാസുദേവൻ നായർ സമീപിച്ചിരിക്കുന്നത്, അക്കാര്യത്തിൽ ഈ വ്യാസൻ പറയുന്ന കുന്തി ദേവിയും രണ്ടാം ഊഴത്തിലെ കുന്തി ദേവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ, സാമ്യങ്ങൾ എന്തൊക്കെ, MT വാസുദേവൻ നായർ ശരിക്കും വ്യാസവിരചിതമായ ഭാരതത്തിലെ കുന്തി ദേവിയോട് നീതി കാണിച്ചിട്ടുണ്ട്? ഇതാണ് ചോദ്യം. ശരിക്കും കുന്തി ദേവിയെ രണ്ടാം ഊഴത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നതും പിന്നെ ശരിക്കുള്ള മഹാഭാരതത്തിലുള്ളതും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. കുന്തി ദേവിയെ മഹാഭാരതത്തിൽ ചില വേർഷനിലൊക്കെ പഞ്ചകന്യകളിൽ ഒരാളായിട്ടാണ്, പഞ്ചരത്നങ്ങളിൽ ഒരാളായിട്ടൊക്കെ പഞ്ചകന്യ. അപ്പോൾ നമ്മുടെ അല്ലാതെ പഞ്ചകന്യയിൽ കുന്തി വരാറില്ല. എങ്കിലും ചില വേർഷൻ നോർത്ത് ഇന്ത്യയിൽ നമ്മളിപ്പോ ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ അവിടെയൊക്കെ പഞ്ചകന്യമാരിൽ ഒരാളായിട്ട് അപ്പൊ അത്രയ്ക്ക് പ്രാതസ്മരണീയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിനെ ഏറ്റവും വികൃതമായിട്ടാണ് രണ്ടാം ഊഴത്തിൽ. ഇത്രയും കൂടുതൽ, അതായത് രണ്ടാം ഊഴത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് കുന്തി ദേവി. അതുപോലെ തന്നെ പാണ്ഡു. കുന്തി ദേവിയാണ് നമുക്കറിയാം ഒരു കുന്തി ഭോജത്തിലെ രാജാവിന്റെ വളർത്തുമകളാണ്. അതുകൊണ്ട് പൃഥ എന്നാണ് ശരിക്കുള്ള പേര്. കുന്തി ഭോജന്റെ മകളായതുകൊണ്ടാണ് കുന്തി എന്ന് പേര് വരുന്നത്. അപ്പോൾ വളർത്താൻ ആരാണ് കൊടുത്തത്? ശൂരസേനൻ, യദുവംശിയായ ശൂരസേനനാണ്. ശൂരസേനന്റെ 3 മക്കളിൽ ഒരാളാണ് പൃഥ. അതിൽ ഒരാളെന്ന് പറയുന്നത് വസുദേവരാണ്, ശ്രീകൃഷ്ണന്റെ പിതാവ്. അപ്പോൾ എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ രാജാവാണെങ്കിലും രാജാവിന് സന്താനം ഇല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലോ. അദ്ദേഹത്തിന് സന്താനമില്ല. അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ശൂരസേനൻ. അപ്പോൾ ബന്ധു ആയതുകൊണ്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു, ദത്ത് കൊടുക്കുക, ദാനം കൊടുക്കുകയാണ്. അങ്ങനെ വളർത്തുന്നതാണ്. അങ്ങനെ കൗമാരപ്രായത്തിൽ എത്തിയപ്പോൾ ഒരു നാള് ആ കൊട്ടാരത്തിലേക്ക് ദുർവാസ മഹർഷി വരികയാണ്. ഈ മഹർഷിമാരൊക്കെ പണ്ട് ഇങ്ങനെ ആതിഥ്യം സ്വീകരിക്കാറുണ്ട്. അതുപോലെ വന്ന് കുറച്ച് ദിവസമൊക്കെ താമസിച്ചിട്ടൊക്കെ പോകും. അതുപോലെ വന്ന് താമസിച്ചു. അപ്പൊ സാധാരണ രീതിയിൽ ദാസന്മാരെ കൊണ്ടല്ല ഇവർക്ക് പരിചരണം കൊടുക്കുന്നത്. വലിയ ഋഷിമാരൊക്കെ ആണെങ്കിൽ അവരോടുള്ള ബഹുമാനം സൂചകമായിട്ട് രാജകുടുംബ അംഗങ്ങളിൽ ആരെങ്കിലുമാണ് അവരെ പരിചരിക്കുക. അപ്പൊ കുന്തി ചെറുപ്രായമാണ്, കുന്തി ഏർപ്പാടാക്കി പരിചരിക്കാൻ. കാരണം നല്ലവണ്ണം പരിചരിച്ചാൽ അവരിൽ നിന്നും വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും, അതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കുന്തി ആണെങ്കിൽ വളരെ കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അവർക്ക് എന്താണ്, എല്ലാം പൂജയ്ക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോമത്തിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒപ്പിച്ചു കൊടുക്കണം, അതൊക്കെയാണ്. അതിലൊന്നും ഒരു തെറ്റ്, ഒരു പിഴവും വരാതെ എല്ലാം കുന്തി ദേവി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സംപ്രീതനായിട്ട് അദ്ദേഹം ഒരു വരം നൽകി. ആ വരം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൽ ഏത് ദേവനെയും ആവാഹിക്കാം, സന്താന ലാഭം ഉണ്ടാവും കുന്തിക്ക്. ഈ ദുർവാസാവിനെ പോലെ ഒരു ഋഷി എന്ന് പറയുന്ന അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അറിയാമായിരുന്നിരിക്കും പാണ്ഡു ഭാവിയിൽ ശാപഗ്രസ്തനാകുമെന്നും അപ്പോൾ സന്താനമില്ലാതെ വരുമെന്നൊക്കെ അറിയാമായിരുന്നിരിക്കാം. അത് എന്തായാലും അദ്ദേഹം ഇങ്ങനെ ഒരു വരമാണ് കുന്തിക്ക് കൊടുക്കുന്നത്. അപ്പൊ കുന്തി കൗമാരപ്രായക്കാരിയാണ്. ഒരു ഈ മന്ത്രത്തിനൊക്കെ ഇത്രയും സിദ്ധിയുണ്ടോ, ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോയി, ഒരാകാംക്ഷ വന്നു. അങ്ങനെ മന്ത്രം പരീക്ഷിച്ചു. അപ്പോൾ സൂര്യദേവൻ വരുന്നു. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, സൂര്യദേവൻ ഇങ്ങെത്തുന്നു. അപ്പോൾ കുന്തി അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നുണ്ട്, അങ്ങ് തിരികെ പോകണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, തിരികെ പോകണം. പക്ഷെ മന്ത്രശക്തി കൊണ്ട് അദ്ദേഹത്തിന് അതായത് ആ മന്ത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടക്കണം. അപ്പോൾ സൂര്യദേവന് പോലും അതിനെ മറികടക്കാൻ പറ്റില്ല, ദുർവാസാവിന്റെ മന്ത്രശക്തിയെ. അങ്ങനെയാണ് കർണൻ ജനിക്കുന്നതും ഒക്കെ. പക്ഷേ രണ്ടാം ഊഴത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉത്തരാധുനിക
സ്റ്റൈല് ഫോളോ ചെയ്യുന്നതാണല്ലോ ഈ രണ്ടാം ഊഴം. അതെ. അപ്പൊ അതിന് ഈ മന്ത്രത്തിലും ശാപത്തിലും അനുഗ്രഹത്തിലും ഒന്നും വിശ്വാസമില്ല. അപ്പൊ മന്ത്രശക്തിയിൽ വിശ്വാസമില്ല. അതുകൊണ്ട് അതിനെ ഇരാവതി കാർവയാണ് ഈ രണ്ടാം ഊഴത്തിൽ കോപ്പി അടിക്കുന്നത്. അപ്പൊ ഇരാവതി കാർവേ തന്നെ ഈ മന്ത്രത്തിനെയൊക്കെ അങ്ങ് ഒഴിവാക്കി, മന്ത്രശക്തിയൊക്കെ അങ്ങ് ഒഴിവാക്കി. അതുകൊണ്ട് കാർവേ ഒരു വലിയ സാഹസികമായിട്ട് കാർവേ കണ്ടുപിടിച്ചത് ദുർവാസാവ് തന്നെയാണ് കർണന്റെ പിതാവ്. അപ്പൊ മന്ത്രമല്ല നൽകിയത്, ഗർഭമാണ്. ഇങ്ങനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷെ വേറൊരു കാര്യം, അതിനകത്ത് കാർവേക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നിരിക്കാം. ഒരു ഋഷി എന്നേ പറയുന്നുള്ളൂ, ദുർവാസാവ് എന്ന് പേര് പറയണില്ല. അങ്ങനെയാണ് പറയുന്നത്. MTയുടെ ഇത് രണ്ടാം ഊഴത്തിൽ വരുമ്പോൾ ദുർവാസാവ് എന്ന് പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹം ദുർവാസാവിന് ഇത് കൊടുക്കുന്നില്ല. അതായത് കർണനെ, അപ്പൊ മന്ത്രശക്തിയിൽ അദ്ദേഹവും വിശ്വസിക്കുന്നില്ല. ദുർവാസാവ് അല്ല പിതാവ്. അപ്പോൾ പിന്നെ പിതൃത്വം ആർക്കെങ്കിലും കൊടുക്കണമല്ലോ, മന്ത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കൊട്ടാരത്തിലുള്ള ഒരു സൂതൻ ആണ്, സൂതനുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ നിന്നാണ് കർണൻ ജനിക്കുന്നത് എന്ന്. അത് ഒരു കാരണവശാലും വ്യാസനോ അല്ലെങ്കിൽ ഈ മഹാഭാരതത്തിന്റെ ഇത്രയും വ്യാഖ്യാതാക്കളോ ഒന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്തതെന്നുള്ളതാണ്. അതായത് ഈ മന്ത്രശക്തിയിൽ വിശ്വാസമില്ല, അത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ അത് അവതരിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു ആവിഹിതത്തിൽ ഉണ്ടായി അങ്ങനെയല്ല. ഈ ഭീമനോടാണ് ഈ കുന്തി ഇത് പറയുന്നത്. അതും പറയുന്ന രീതിയൊക്കെ അതൊക്കെ വെറും ഒരു മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്. അതായത് കണ്ട ഋഷിമാർക്കും ഇവർക്കൊക്കെ ദാസ്യപ്പണി ചെയ്യണം. ദാസ്യപ്പണി ചെയ്ത് മടുക്കുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ ആകപ്പാടെ ഒരു ആശ്വാസം ഞാൻ കണ്ടത് എന്നോട് ദേവ് കാണിച്ചത് അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സുമുഖനായ സൂതനാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് കുന്തി സംസാരിക്കുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു കുന്തി ദേവിയെ. എന്നിട്ട് അതിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. അങ്ങനെ അതും ഒരു കാര്യം. പിന്നെ കുന്തിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ കുന്തിയെ ഒരു കുടില ബുദ്ധി അല്ലെങ്കിൽ കുടിലത പൂണ്ട ഒരു രാഷ്ട്രതന്ത്രജ്ഞയായിട്ടൊക്കെയാണ് അവതരിപ്പിച്ചത്. നീചയായ സ്ത്രീ ആയിട്ടാണ്. അതായത് പാഞ്ചാലിയെ ഇവര് നേടിക്കൊണ്ടുവരുമല്ലോ. അതായത് സ്വയംവരത്തിൽ ജയിച്ചു പാഞ്ചാലിയെ കൊണ്ട് അവർ താമസിക്കുന്നിടത്തേക്ക് വരും. വനത്തിലാണല്ലോ. അവിടെ വരുമ്പോൾ എന്നും ഇവര് ഭിക്ഷയാണ് ആ സമയത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഭിക്ഷ കൊണ്ടുവന്നിട്ട് അപ്പൊ പറയും, സ്ഥിരമായിട്ട് ഉള്ള പല്ലവിയാണ്, നിങ്ങൾ 5 പേരും കൂടി എടുത്തോളൂ എന്ന് പറയുന്നു. അതുപോലെ ഇവരൊന്ന് തമാശയ്ക്ക് വേണ്ടി ഇന്നത്തെ ഭിക്ഷ നോക്കൂ അമ്മ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പാഞ്ചാലിയാണ്. അതുകൊണ്ട് അവർ നോക്കാതെ തന്നെ അങ്ങ് പറഞ്ഞു, നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതിനെ രണ്ടാം ഊഴക്കാരൻ പറയുന്നത് മനഃപൂർവ്വമായിരുന്നു. കുന്തി ഭീമനോട് സമ്മതിക്കുന്നതായിട്ടാണ്. അതായത് ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, നീ ഒരു മണ്ടനാണ്, അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്, ഞാൻ മനഃപൂർവ്വം തന്നെ പാഞ്ചാലി എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പങ്കിട്ടെടുത്തോളാൻ പറഞ്ഞതാണ്. അപ്പൊ അതിന് രണ്ടാം ഊഴക്കാരൻ പറയുന്നത് ഒരു ന്യായം എന്താണ്, അത് ഇവർ 5 പേരും 5 മക്കളും ഒരുമിച്ച് നിൽക്കണം. അത് പാണ്ഡവരുടെ ബലം അതാണ്. ഇവർ ഭിന്നിച്ചു പോകാൻ പാടില്ല. അപ്പൊ ഒരു ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് ഒരേ അമ്മയായിരിക്കും. അങ്ങനെ അപ്പൊ ഇവർ ഒരുമിച്ച് നിൽക്കും, ഒരിക്കലും തല്ലിപ്പിരിയത്തില്ല എന്ന് കണ്ടിട്ട് മനഃപൂർവ്വം. അത് മാത്രമല്ല വേറെ കുറെ മോശപ്പെട്ട രീതിയിലൊക്കെ ഇതൊന്നും ഇതിഹാസകാരനായ വ്യാസനോട് നീതി പുലർത്തുന്നില്ല. അതെ അതെ, അത് ഈ ഉത്തരാധുനിക ചില എഴുത്തുകളുണ്ടല്ലോ, അതിൻ്റെതായ രീതിയിലൊക്കെയാണ് അതൊക്കെ അവതരിപ്പിക്കുന്നത്. അവതരണവും ഭയങ്കര ഒരു അശ്ലീലമൊക്കെ കലർത്തി സംഭാഷണത്തിൽ അങ്ങനെയൊക്കെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ കുന്തിദേവിയെ വേറൊരു സന്ദർഭം, അതായത് വാരണാവതത്തിൽ അരക്കില്ലം തീർത്തു കൊടുത്തല്ലോ ദുര്യോധനാദികൾ, അരക്കില്ലം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അരക്കില്ലത്തില് ഇവര് വലിയ കൊട്ടാരം മാതൃകയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ തീയിട്ട അപ്പം കത്തിപ്പോകും, അങ്ങനെ ആ രീതിയിലാണ് അപ്പൊ ചെയ്തു കൊടുത്തിരുന്ന. അതിൽ തന്നെയും രണ്ടാം ഊഴക്കാരൻ ദുര്യോധനെ കുറ്റപ്പെടുത്തുന്നില്ല. അരക്കിലോ ഉണ്ടാക്കിയ നമ്മളെ പെട്ടെന്ന് എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, അയ്യോ ഇത്രയും ദുഷ്ടബുദ്ധിയാണോ ഇത്രയും പേരെ കൊല്ലാനായിട്ട്. അത് കുന്തിദേവിയുണ്ട്, മക്കളും ഉണ്ട്. പക്ഷേ രണ്ടാം ഊഴക്കാരൻ അതൊന്നും ദുര്യോധനാദികളെ ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷേ ഇവരെയാണ്, കുന്തിദേവിയാണ് അവിടെയും മോശക്കാരിയാക്കുന്നത്. അതായത് അത് കത്തി അമരുന്നതിന് മുമ്പ്
അതായത് ഇവര് ഇത് മനസ്സിലാക്കിയപ്പോൾ ഇവര് തന്നെ തീ ഇടണമെന്ന് വിചാരിച്ചല്ലോ. പാണ്ഡവര് തന്നെ ഇത് തീ ഇട്ടിട്ട് നമ്മൾ കാട്ടിലേക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിരുന്നു. അതന്നെ. അപ്പൊ തലേ ദിവസം ഇവര് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അന്നദാനം നടത്തി. അത് ഈ കൊട്ടാരത്തിൽ ഉള്ള രാജ്യസഭാ അംഗങ്ങൾ സാധാരണയൊക്കെ ചെയ്യുന്നതാണ് കൊട്ടാരത്തിലുള്ള ആളുകൾ. അപ്പൊ അന്നദാനം അവിടെ ആഘോഷം നടക്കുകയാണ് ഭരണാവധത്തിൽ. അപ്പൊ മിക്ക ദിവസവും കുന്തി ദേവി അന്നദാനവും ചെയ്യുമായിരുന്നു. അത് അന്ന് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ആ അന്നം കഴിക്കാനായിട്ട് അതില് മദ്യം കാണും, വളരെ വിഭവങ്ങൾ കാണും. ഇതെല്ലാം കഴിക്കാനായിട്ട് കാട്ടിൽ നിന്നുമൊക്കെ അധികം ആൾക്കാർ വന്നിരുന്നു, പാവപ്പെട്ട ആൾക്കാർ. അതിൽ ഒരു കാട്ടകളത്തെയും 5 പുത്രന്മാരും ഇത് ധാരാളം മദ്യം കുടിച്ച് ധാരാളം ഭക്ഷണവും കഴിച്ചിട്ട് വളരെ ക്ഷീണമായപ്പോൾ സന്ധ്യയായിപ്പോയതുകൊണ്ട് വനത്തിലൂടെ സഞ്ചരിക്കണം, അവരവിടെ കിടന്ന് ഉറങ്ങി. അത് ഏതോ ഒരിടത്ത് കിടന്ന് ഉറങ്ങി. അത് ഇവരെ അഗ്നിക്കിരയാക്കാൻ പദ്ധതി ഇട്ടിരുന്ന പുരോചനന് ഇതറിയാമായിരുന്നു. പക്ഷെ പാണ്ഡവർക്ക് ഇതറിയില്ല, കുന്തിദേവിക്ക് ഇതറിയില്ല. പക്ഷേ ഈ രണ്ടാമൂഴക്കാരൻ പറയുന്നത് കുന്തി അവരെ നിർബന്ധിച്ച് അവിടെ കിടത്തിയെന്നാണ്. ഈ 5 പുത്രന്മാരെയും ആ കാട്ടാളത്തെയും നിർബന്ധിച്ച് അവിടെ കിടത്തി. എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് മരിച്ചു പോയതായിട്ട് വരുത്താൻ. അത് മാത്രമല്ല, അഗ്നിക്ക് ഇരയാക്കിയിട്ട് ഇവർ വനത്തിലേക്ക് നടക്കുന്ന സമയത്ത് ഈ 6 മനുഷ്യര് കത്തി അമരുന്ന സമയത്ത് ഈ പാണ്ഡവര് അവരെ നോക്കി തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നകന്നു എന്ന് വെച്ചാല് ഇവരെ പറ്റിച്ചല്ലോ ഇവര്. അപ്പൊ ഇത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്ത ക്രൂരമായിട്ടുള്ള രീതിയാണ് പാണ്ഡവർക്കും കുന്തിക്കും ചാർത്തി കൊടുക്കുന്നത്. ഇതാണ് ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ വേറൊരു അന്യായം എന്ന് പറയുന്നത്, മന്ത്രത്തിൽ വിശ്വാസമില്ല. അപ്പോ ജാരസന്തതികളാണ് കുന്തിയുടേത്. പക്ഷേ ഗാന്ധാരിയുടെ കാര്യത്തിൽ വരുമ്പം മന്ത്രസിദ്ധി വിശ്വസിക്കുന്നു. അപ്പൊ അത്യാവശ്യം മന്ത്രസിദ്ധിയിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഗാന്ധാരിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഗാന്ധാരി ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത്. അതിനെ 100 കഷണങ്ങളാക്കി വ്യാസൻ അദ്ദേഹത്തിന്റെ മന്ത്രശക്തിയാലാണ് പ്രാണൻ നൽകുന്നത്. അപ്പൊ അത് അവിടെ വിശ്വസിക്കുന്നുണ്ട്. 2 കൂട്ടരും കാർവേയും സ്വീകരിക്കുന്നുണ്ട്, കുന്തിയും രണ്ടാമൂഴക്കാരനും സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ അവിടെ പ്രശ്നമില്ല. ബാക്കി കുന്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ഒരു അജണ്ട വെച്ച് ഈ ഭാരതത്തിന്റെ പൈതൃകം എങ്ങനെയാണോ കഴിഞ്ഞ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് മഹാഭാരതത്തെ നമ്മൾ എങ്ങനെയാണോ പിന്തുടരുന്നത്, അതിനെ മാറ്റിമറിച്ചുകൊണ്ട്, അതിനെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ വ്യാഖ്യാനം നൽകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതെ. അതുപോലെ തന്നെ ഈ കുന്തിദേവിയെ പറ്റി പറയുമ്പോൾ, കുന്തിദേവി ശരിക്ക് മകനോട് സംസാരിക്കുന്നതൊക്കെ ഈ പുതിയ ന്യൂ ലിബറൽ അമ്മയായിട്ടാണ്. എല്ലാം വിളിച്ച് വെട്ടി തുറന്നൊക്കെ അങ്ങ് പറയുക, ഒരിക്കലും ഒരു അമ്മ മകനോട് പറയാൻ കാര്യങ്ങൾ അതെല്ലാം ഒക്കെ പറയും. അതിൽ ഒരു സെന്റൻസ് പലതും പറയും. അതിൽ ഒന്നെന്ന് പറയുന്നത്, ക്ഷത്രിയർക്ക് എന്നും, അതായത് ഇവർക്ക് ജാരസന്തതികളെ സൃഷ്ടിക്കേണ്ടി വന്നു, അതുപോലെ തന്നെ പാഞ്ചാലിക്ക് ബഹുഭർത്തൃത്വം അതും കുന്തിയാണ് നൽകുന്നത്. എന്നിട്ടും കുന്തിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ്, ക്ഷത്രിയ സ്ത്രീകൾ വെറും ഈ വിത്ത് വിതയ്ക്കുന്ന വയലുകൾ പോലെയാണ്, അത് മാത്രമാണ് അവരെ ആ രീതിയിലൊരു സംഭാഷണമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സെന്റൻസ് തന്നെ ഇങ്ങനെ പകർത്തിയതാണ് കാർവേയിൽ നിന്ന്. രണ്ടാമൂഴക്കാരൻ പകർത്തിയതാണ്. അത് ഇങ്ങനെ പറയുന്നുണ്ട്, കാർവേ പറയുന്നുണ്ട്, ഫീൽഡ് എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കാണ് വയലുകളാണ്. അപ്പൊ അതാണ് ക്ഷത്രിയ സ്ത്രീകൾ എന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഡിമാൻഡ് ചെയ്യുന്നത് ആരെയാണോ അവരിൽ നിന്നും സന്താന ഉൽപാദനം നടത്തണം എന്നുള്ള ആ ഒരു രീതി, അത് ആ സെന്റൻസ് ബൈ സെന്റൻസ് ഈ രണ്ടാമൂഴത്തിൽ MT പകർത്തുന്നുണ്ട്. ഇങ്ങനെ വേറെയും ചില സെന്റൻസുകൾ ഉണ്ട്. അത് സെന്റൻസ് തന്നെ അങ്ങ് പകർത്തുന്നത്, തർജ്ജമ ചെയ്തിരുന്നത്. അതൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഇതൊക്കെ നോക്കുമ്പോൾ, ഈ റീലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് ഇങ്ങനത്തത് കാണും. MTയുടെ സേയിങ് ആയിട്ട് അതിനെടുത്ത് ഇങ്ങനെ ഇട്ടേക്കും, MT എന്തോ മഹാകാര്യം പറഞ്ഞതായിട്ട്. പക്ഷെ അത് കാർവേ പറഞ്ഞതാണ്. അതിൽ ഒന്നും ഇതാണ്, ഒരു മൃഗത്തെ നമുക്ക് നോവിച്ചിട്ടങ്ങ് വിടാം, കുഴപ്പമില്ല. പക്ഷെ ഒരു മനുഷ്യനെ വിട്ടുകഴിഞ്ഞാൽ അവൻ പകയോടുകൂടി കൂടുതൽ ശക്തി ആർജിച്ച് തിരികെ വരും. അങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അത് കാർവേ പറഞ്ഞ അതേ സെന്റൻസ് ആണ് എടുത്ത് മലയാളത്തിലാക്കിയത്. ഇങ്ങനെ കാർവേയെ ഡിപ്പെൻഡ് ചെയ്ത്, കാർവേയുടെ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് യുഗാന്തയെ
ഡിപ്പെൻഡ് ചെയ്താണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. രണ്ടാം ഊഴം പിന്നെ കുറച്ചുകൂടെ അവിടെ എവിടെയൊക്കെ ഒന്നുകൂടെയൊക്കെ വഷളാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ചെയ്യാവുന്ന തന്റേതായ സംഭാവനകളും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും ഈ കുന്തിയെ കുറിച്ച് മഹാഭാരത കർത്താവായ വ്യാസൻ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് കുന്തിയെ കുറിച്ച് MT വാസുദേവൻ നായർ പറയുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഒരു കാലത്തും കുന്തി പറഞ്ഞിട്ടില്ലാത്ത മഹാഭാരതത്തിൽ, വ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ കുന്തി പറഞ്ഞിട്ടില്ലാത്ത ഡയലോഗുകൾ, അതും കുന്തിയെ കൊണ്ട് പറയിക്കുന്ന ഒരു പ്രവണത. എന്തായാലും രണ്ടാമൂഴം ഇനി കൂടുതൽ പഠിക്കപ്പെടട്ടെ. ഈ മഹാഭാരതവും ഇക്കാലത്തും മഹാഭാരതവും രാമായണവും എല്ലാം വലിയ വായനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പുനർവായനകൾ ഒരുപാട് നടക്കുന്നുണ്ട്, ദുർവ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഒരു കൃതി എപ്പോഴും ആരാണോ ആ കൃതി രചിച്ചത് അയാളുടെ താല്പര്യത്തിനനുസരിച്ച് വേണം അത് വായിക്കപ്പെടേണ്ടത്, അതിനെ വിലയിരുത്തേണ്ടത്, അതിനെ ഈ പറയുന്നത് പോലെ തലനാഴിയുടെ കീറി പരിശോധിച്ചോട്ടെ. പക്ഷെ അത് കർത്താവിന്റെ, ആ കൃതി ആരാണോ രചിച്ചത് അദ്ദേഹത്തിന്റെ കൂടി താല്പര്യങ്ങളെ മുൻനിർത്തി വേണം എന്നൊരു കാര്യമുണ്ട്. അത് കൂടുതൽ തെളിയുകയാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.